നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ചും അതിൻ്റെ നാനാവശങ്ങളെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സാമൂഹ്യ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സുഭാഷിതം എന്ന് മറ്റൊരു ചാനലുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക പാരിസ്ഥിതിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്ലോബൽ മലയാളി ന്യൂസ് ഉണ്ട്. അതൊക്കെ വളരെ പോപ്പുലർ ചാനലുകളാണ്. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും കാണുകയും ആവശ്യമായ സപ്പോർട്ട് തരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുനർജന്മത്തെക്കുറിച്ച് വളരെ വലിയ സിദ്ധാന്തമാണ് ഭാരതത്തിലുള്ളത്. പുനർജന്മം എന്ന് പറയുന്നത് ഓരോ മനുഷ്യജന്മവും എടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് പുല്ല് മുതൽ പൂനാര വരെ പുഴുവായി, പാമ്പായി, പട്ടിയായി, പശുവായി, വിവിധ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ജീവനുള്ള സസ്യമാവാം, മത്സ്യമാവാം, പിന്നെ ജന്തുവാവാം, ഏതും ആവാം, ഏത് രൂപത്തിലും ജന്മമെടുക്കാം എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം ഭാരതത്തിലുണ്ട്. ഒരു പുനർജന്മ സിദ്ധാന്തം. അതിന് പറയുന്ന ഒരു കഥ, ആത്മാവിന് മരണമില്ല. ആത്മാവ് മീൻസ് ഒരു സോളാണ്, ഒരു കൺസെപ്റ്റാണ്. അത് മരണമില്ല. അതിങ്ങനെ ദേഹങ്ങളിൽ നിന്ന് ദേഹങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഉന്മ, അതിൻ്റെ ജീവൻ അതാണ്. അത് പരമാത്മാവുമായി പരമാത്മാവ് മീൻസ് പ്രപഞ്ചത്തിൻ്റെ ഒരു ആത്മാവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉന്മയുമായി ചേരുന്നത് വരെ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത് ചിലർക്ക് 7 ജന്മം, 10 ജന്മം, 14 ജന്മം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പലർക്കും പല കണക്കിൽ കർമ്മ വിമുക്തമായിട്ടാണ് ചേരുന്നു എന്നാണ് കഥ, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ മഹാഭാരതത്തിൽ ഗീതോപദേശത്തിൽ, ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് അർജുന വിഷാദ യോഗം മുതൽ യുദ്ധാവസാനം വരെ പറയുന്ന 18 അധ്യായങ്ങളായിട്ട് ഗീത ഉപദേശമുണ്ട്. അതിൽ പറയുന്ന ഒരു ഭാഗമാണ് ജ്ഞാനിക്ക് പുനർജന്മമില്ല. ശ്ലോകം ഇതാണ്: മാമുപേദ്യ പുനർജന്മ ദുഃഖാലയ മാശ്വാസ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധം സിദ്ധിം പരമാം ഗത. എന്നെ പരമാത്മാത്മനെ പ്രാപിച്ച് പരമസിദ്ധി കൈവരിച്ച മഹാത്മാക്കൾക്ക് ദുഃഖാലയവും അശ്വാസതവുമായ ഈ ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ പരമാത്മാവുമായി ലയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആധുനിക സയൻസുമായിട്ട് ആലോചിച്ചാൽ വളരെ സിമ്പിളാണ്. ശുദ്ധമായ വായുവാണെങ്കിൽ അത് ശുദ്ധമായ വായുവിൽ ചേരും. അശുദ്ധമായ വായുവാണെങ്കിൽ അത് ശുദ്ധമായതിൽ കൂടെ ചേർന്ന് അത് അശുദ്ധമായി തന്നെ നിൽക്കും. ഒരു കണ്ടൻ്റ് ഉണ്ടായിരിക്കും. അശുദ്ധമായ വായുവിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്, അശുദ്ധമായ വെള്ളത്തിലൊരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ ആ കണ്ടൻ്റ് മറ്റൊന്നിന് ഉപോത്ബലമായി വരും. അപ്പോൾ ശുദ്ധമാണെങ്കിൽ, ശുദ്ധമായ കണ്ടൻ്റ് ഇല്ലാത്ത ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ഒരു ജീവനെ സൃഷ്ടിക്കുന്നില്ല. കാരണം അതിനകത്ത് ആൽഗെ, ബാക്ടീരിയ, മറ്റൊരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവനുകൾ ഉണ്ടായി വരിക. അല്ലെങ്കിൽ ജീവനുകൾ ഉണ്ടാവുന്നില്ല. അതിനെ ശാസ്ത്രവുമായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരിശുദ്ധമായ മനുഷ്യജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് പരിശുദ്ധമായ ഒരു ജീവനാണ് ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും സനാതന ധർമ്മത്തിൻ്റെ എല്ലാ മൂല്യങ്ങളോടും കൂടി ജീവിച്ച് വളരെ കൃത്യമായി പോകുന്ന ഒരു ജീവനാണെങ്കിൽ, ഒരാത്മാവാണെങ്കിൽ, അത് പരമാത്മാവുമായി ചേരുകയും അങ്ങനെ പിന്നെ ഈ ദുഃഖങ്ങളുള്ള, ദുഃഖപാരാവാരമുള്ള ഈ ഭൂമിയിലേക്ക് പിന്നെ യാത്രയില്ല എന്നുമാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ജീവൻ്റെ അസ്ഥിരതയാണ് വളരെ പ്രധാനം. ഈ പരമാത്മാവുമായും ജീവാത്മാവും പറയുമ്പോൾ ജീവൻ്റെ ഒരു അസ്ഥിരതയുണ്ട്. അത് ലോകത്തിനൊരു നശ്വര സ്വഭാവമുണ്ട്. ശുദ്ധപുരുഷന്മാരുടെ മുക്താവസ്ഥയും ഒക്കെ ഉണ്ട്. അതെല്ലാമാണ് ഇതിൻ്റെ ചിന്താവിഷയം. ഈ ലോകം ഭഗവാൻ പറയുന്ന അനുസരിച്ച് ദുഃഖാലയമാണ്, അശ്വാസതം എന്ന 2 വിശേഷണങ്ങൾ നൽകിയിരിക്കുകയാണ്. 2 വിശേഷണം ലോകത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ദുഃഖപൂർണ്ണം തന്നെയാണ്. അത് ശാരീരിക ദുഃഖം, മാനസിക ദുഃഖം, സമൂഹത്തിൻ്റെ ദുഃഖം, മറ്റുള്ളവരുടെ ദുഃഖം, കുടുംബ ദുഃഖം, മറ്റ് വ്യക്തികളുടെ ദുഃഖം, എല്ലാവർക്കും. നമുക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ നമുക്ക് മാത്രം, നമ്മൾ സുഖമായി രാവിലെ ഇരിക്കുന്നു, ശരീരത്തിനൊന്നും കുഴപ്പമില്ലെങ്കിലും നമ്മുടെ മനസ്സിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിലും മറ്റൊരാൾ കാര്യം കാണുമ്പോൾ
മറ്റൊരു കുടുംബത്തിലെ കാണുമ്പോൾ, മറ്റൊന്ന് കാണുമ്പോൾ, അങ്ങനെ എല്ലാം ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് ദുഃഖത്തിൻ്റെ ഒരു ആലയത്തിൽ തന്നെയാണ് മനുഷ്യൻ താമസിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ഉണ്ടാകുന്നതെല്ലാം നശിക്കും, ജനിക്കുന്ന ഇതും എല്ലാം മരിക്കുകയും ചെയ്യും. വളരെ കൃത്യമായി പ്രപഞ്ചത്തിൻ്റെ അലംഘനീയമായിട്ടൊരു നിയമമാണ്. ഇവിടെ വരുന്നതെല്ലാം ഇല്ലാതാവും, പോയേ കഴിയൂ. ഒരു നാൾ പോയി പുതിയതിവിടെ വന്നേ കഴിയൂ. അതല്ലേ നിയമം. അപ്പോൾ അങ്ങനെയുള്ള നിയമത്ത് ദുഃഖമില്ലാതെ സുഖം മാത്രമോ മരണമില്ലാതെ ജീവിതം മാത്രമോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. മരണം ഉള്ളത് എന്തെന്നാൽ ജീവൻ ഉള്ളത് കൊണ്ടാണ്, ജീവിതമുള്ളത് കൊണ്ടാണ് അതിനൊരു മരണം എന്നൊരു ഭാഗം കൂടെ ഉള്ളത്. മരണമെന്ന ഭാഗം ഉള്ളത് കൊണ്ടാണ് ജീവിതം, ജനനം എന്നൊരു ഭാഗമുള്ളത്. മരണമില്ലെങ്കിൽ പിന്നെ ജനനത്തിൻ്റെ കാര്യം വരുന്നില്ലല്ലോ, ആരും മരിക്കുന്നില്ല. പിന്നെ പുതിയ ജനനം എന്ന് പറയുന്നത് പുതിയ ആളുകൾ വരും, പക്ഷേ വരുമെങ്കിലും അതിൻ്റെ പ്രസക്തി കുറയും. മറ്റതിന് ഒരുപാട് ആളുകൾ ഇവിടെ ആരും മരിക്കാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ മരണവും ജനനവും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. പരിണാമവിധേയമാകാത്ത ഒന്നുമില്ല. ആത്മാവ് ഒഴിച്ച് എല്ലാം എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നശിക്കുകയും ക്ഷയിക്കുകയും ചെയ്യാത്ത ആത്മാവ് മാത്രം, അല്ലെങ്കിൽ സോൾ, പ്രപഞ്ചത്തിൻ്റെ ഒരു സോളെന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടി നമുക്ക് കത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് അടിക്കുന്നത്. സോൾ, അതിൻ്റെ ഒരു ആത്മാവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അത് മരിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് പരമമായ ഒരു സത്യമാണ്. ആത്യന്തികമായി സൂക്ഷ്മമായി ചിന്തിച്ചാൽ, പരമമായ സത്യത്തിൻ്റെ മേഖലയിൽ നിന്ന് നിരീക്ഷിച്ചാൽ ഒന്നും അങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഇല്ലാതാകുന്നില്ല. അണുക്കൾ പരസ്പരം കടിക്കുമ്പോൾ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നു. നമുക്ക് തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം പുതിയതുണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഈ സകലതിൻ്റെയും ഉണ്മ അറിയാമെന്നുള്ളൊരു ജ്ഞാനിയെ സംബന്ധിച്ച് ഇതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ, എൻ്റെ ശരീരം എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായൊരു വസ്തുവാണ്. അത് കുറച്ച് കാലത്തേക്കേ കാണുകയുള്ളൂ. പിന്നെ ഇതെൻ്റെ ശരീരത്തിൽ നിൽക്കില്ല, ഈ ആത്മാവ് അത് തേടിപ്പോവും അടുത്ത സ്ഥലത്തുനിന്ന്. ഞാൻ ചിന്തിച്ചാൽ ഞാൻ ജ്ഞാനിയാവും. എളുപ്പമല്ല അത് ചിന്തിക്കാൻ. അങ്ങനെ വന്നാൽ അത് ആ ചിന്തയാണ് എന്നെ നയിക്കുന്നതെങ്കിൽ, അങ്ങനെ നയിക്കുന്നത് ജ്ഞാനികളെയാണ്. അവർക്ക് പിന്നെ ദുഃഖത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊന്നും നശിക്കുന്നില്ലല്ലോ, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുന്നല്ലേ ഉള്ളൂ. ഒരു ബസ്സിൽ നിന്ന് കയറി അടുത്ത ബസ്സിലേക്ക് കയറുന്നു, ബസ്സിൽ നിന്ന് കയറി ട്രെയിനിൽ കയറുന്നു, ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ കയറുന്നു, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി സൈക്കിളിൽ കയറുന്നു, ഇങ്ങനെ സ്കൂട്ടറിൽ കയറുന്നു, എന്നിട്ട് വീട്ടിൽ, ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതല്ലാതെ സഞ്ചാരം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സങ്കടത്തിനൊരു പ്രസക്തിയില്ല എന്ന്, ദുഃഖത്തിനൊരു പ്രസക്തിയില്ല എന്നൊരാൾ എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടും. കാരണം പിന്നെ അവിടെ ദുഃഖത്തിൻ്റെ കാര്യമില്ലല്ലോ. ഇത് ദുഃഖം വരുമ്പോഴാണ്, നമ്മൾ ഈ ദുഃഖസാഗരത്തിൽ കിടന്ന് നീന്തുമ്പോഴാണ്, ആറാടുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും ശാശ്വതമല്ല, എല്ലാം ഈ പറഞ്ഞ മാറ്റം സംഭവിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിൽ മാറി 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 പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരുന്നില്ല എന്നാണ്. ജീവാത്മാവ് ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകും. മനുഷ്യജീവൻ്റെ ഈ ആത്മാവ് ഇങ്ങനെ കടന്നു പോകും. പക്ഷേ ശരീരങ്ങൾ മാറി മാറിപ്പോകും. അതാണ് ഇതിൻ്റെ കഥ. നമുക്ക് സങ്കടം തോന്നും. നിലവിലിരിക്കുന്നൊരു വസ്തു, ഇപ്പോൾ ഒരു മൊബൈൽ നമ്മളെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, നമുക്ക് സങ്കടം തോന്നും. വേണമെങ്കിൽ പക്ഷേ മൊബൈൽ വാങ്ങാൻ പറ്റും. പക്ഷേ നമ്മുടെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി, അച്ഛനെ പോയി വാങ്ങാൻ പറ്റില്ല. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, വേറെ ഭർത്താവിനെ കിട്ടുമായിരിക്കും, പക്ഷേ സ്വന്തം മരിച്ചുപോയ ഭർത്താവിനെ പിന്നെ കിട്ടത്തില്ല ഈ ജന്മം. ഭാര്യയെ കിട്ടത്തില്ല, മക്കളെ. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകുന്നത് കൊണ്ടാണ്. മരിച്ചു പോകുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഈ ദുഃഖം വരത്തില്ല. ഇത് നമുക്ക് അതുപോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, മറ്റൊന്നിനല്ലേ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് ബന്ധങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു അച്ഛൻ പോയി, പകരം ഒരു പുരുഷനാണല്ലോ, അച്ഛൻ എന്നുള്ള പുരുഷനാണ്. പകരം ഒരു പുരുഷനിങ്ങ് വന്നാൽ അച്ഛൻ്റെ സ്ഥാനം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അവിടെയാണ് മനുഷ്യൻ്റെ ഒരു ബന്ധം, സ്നേഹം എന്നൊക്കെ പറയുന്നത്. അച്ഛന് പകരം വയ്ക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് പകരം വയ്ക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ, ചേച്ചിക്ക് പകരം വയ്ക്കാൻ ചേച്ചി മാത്രമേ ഉള്ളൂ, മറ്റൊരാൾ ഉണ്ടാവില്ല. ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നവരുണ്ടായിരിക്കും. അച്ഛനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുകയും സഹായിക്കുകയും നമുക്ക് സമ്പത്ത് തരികയും നമ്മളെല്ലാ സുഖസൗകര്യങ്ങളെയും നമ്മളെ നോക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ അച്ഛനേക്കാൾ വേറൊരു വ്യക്തി വന്ന് നമുക്കെല്ലാം ചെയ്തു തരും. പക്ഷെ അച്ഛനോളം വരില്ല. അതെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വേറൊരു തലമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടം തന്നെയാണ്. പക്ഷെ അപ്പോഴും നഷ്ടപ്പെടുമ്പോഴും അച്ഛനായാലും നമ്മളായാലും തിരിച്ചറിയേണ്ടത് ഈ ജീവൻ്റെ ആത്മാവ് ഇങ്ങനെ സഞ്ചാരപ്രിയമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതൊന്നിൽ നിന്ന് മാറി അടുത്തതിലേക്ക് മാറി പോകുമെന്നും അതാണ് ശാശ്വതമായിട്ടുള്ളതെന്നും ബാക്കിയൊന്നും ശാശ്വതമല്ലെന്നും
ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും അത് അനുദിനം അനുനിമിഷം ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും ഓരോ വർഷവും ഓരോ മാസവും ഓരോ ആഴ്ചയും എപ്പോഴും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നത് തിരിച്ചറിയുകയും അങ്ങനെ മാറ്റത്തിന് വിധേയമാകുമ്പോഴും ബേസ് സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയണം. അത് മാറുന്നില്ല. ആറ്റവും അണുവും കാര്യങ്ങളൊന്നും മാറുന്നില്ല. വെള്ളത്തിൻ്റെ രൂപം മാറുന്നു, പക്ഷേ അത് വെള്ളത്തിനകത്തുള്ള ആ വസ്തു ഉണ്ടല്ലോ, പർട്ടിക്കുലറായി ഹൈഡ്രജൻ. ഇപ്പോൾ വെള്ളം ബാധകമാകുമ്പോഴും അല്ലെങ്കിൽ അത് മഞ്ഞാകുമ്പോഴും ഐസ് കട്ടയാകുമ്പോഴും അതിനകത്ത് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞ ഇലമെൻ്റ് ഉണ്ട്. ആ ഇലമെൻറ്റിനകത്തുള്ള ആറ്റവും പിന്നെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ട്. അതിന് മാറ്റമുണ്ടാകുന്നില്ല. ബാക്കിയെല്ലാം മാറുന്നു എന്നുള്ള രൂപം മാറുന്നു, താൽക്കാലികമായിട്ടുള്ള ഭാവം മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി വളരെ കൃത്യമായി അർജുനനോട് കൃഷ്ണൻ പറയുന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജന്മം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയം കൂടി പഠിച്ചിരിക്കണം. പുനർജന്മ സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കുണ്ടാകുന്ന താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ജനനവും മരണവും ഒക്കെ. ആത്യന്തികമായി അല്ലെങ്കിൽ ഒരു ദീർഘകാല പ്രക്രിയയിൽ അത് മാത്രമല്ല ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അതിനകത്ത്. സമുദ്രത്തെ ലക്ഷീകരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിക്ക് സമുദ്രം പ്രാപിക്കുന്നതുവരെ പല സ്ഥലങ്ങളിൽ കൂടെയും പല പേരിൽ കൂടെയും പോകേണ്ടി വരും. ഒരു നദി ഉത്ഭവിച്ച് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് അപ്പോൾ അത് പർവ്വതങ്ങളുടെ ഭാഗമായി പർവ്വതപുത്രിയായി, താഴേക്ക് വന്നപ്പോൾ മലകളുടെ പുത്രിയായി, അത് വന്നിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങൾ വരുമ്പോൾ ഓരോ പേരൊക്കെ സ്വീകരിച്ച് കടലിലെത്തിക്കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് നശിക്കും. അപ്പോൾ അവൾ പർവ്വതപുത്രിയല്ല. അപ്പോൾ അവൾ ഈ നദി കടന്നു വന്ന ഒരു വഴിയിലും ഉള്ള ഒരു പേരും സ്വീകരിക്കാൻ വകുപ്പില്ല. അത് നേരെ കടലിൽ പ്രാപിച്ചു കഴിയുമ്പോൾ അതിന് മറ്റൊന്നും ചെയ്യാനില്ല. അതിൻ്റെ പൂർവ്വസ്ഥലത്തേക്ക് സംയോജിക്കുക. അപ്പോൾ എല്ലാ പേരും നഷ്ടപ്പെടുത്തി പർവ്വതപുത്രി എന്നുള്ളതും സകല വന്ന വഴികളിലുള്ള എല്ലാ പേരുകളും എല്ലാ തോടെന്നും ഇപ്പോൾ നഷ്ടപ്പെടുത്തി കടലെന്ന ഉന്മയിലേക്ക് അതിൻ്റെ മുഖ്യസ്ഥാനത്തേക്ക് വെള്ളത്തിന് ചേരുക എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വെള്ളത്തിന് ഉള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ, മറ്റൊന്നെല്ലാം പോയി, എല്ലാ അസ്തിത്വവും നിന്നു എന്ന് പറഞ്ഞതുപോലെ വ്യക്തികളും അവരുടെ സ്ഥലവും പേരും നാമവും നിൽക്കുന്ന ഇടവും പണവും സമ്പത്തും അധികാരവും എല്ലാം ഉപേക്ഷിക്കും. എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. ആ പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല, ജീവൻ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ബാക്കി ശരീരം പോലും കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ജീവനാണ് പിന്നെ ആത്മാവെന്ന പേരിൽ നമ്മൾ വിളിക്കുകയും പറയുകയും അത് സഞ്ചരിച്ച് വീണ്ടും അടുത്ത തലങ്ങൾ തേടി പോകും എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ തന്നെ പല വഴിക്ക് നമ്മൾ സൂചിപ്പിച്ചു, പല വഴിക്ക് പല രൂപത്തിൽ വരുന്ന നദി നേരെ സമുദ്രം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സമുദ്രത്തിനുള്ളതാണ്. പിന്നെ നദികൾക്കൊരു പ്രസക്തിയില്ല. അതിലൂടെ വരുന്ന വെള്ളത്തിന് പിന്നെ നദിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞ് സമുദ്രത്തിൽ കയറിയിട്ട് ഞാൻ നദിയുടെ വെള്ളമാണ്, ഞാൻ കുളത്തിലെ വെള്ളമാണ്, ഞാൻ പിന്നെ പുഴയിൽ നിന്ന് വന്ന വെള്ളമാണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ കഴിയില്ല. അത് ഒറ്റ വെള്ളമേ ഉള്ളൂ, കടൽ വെള്ളം. ഇത്ര മനോഹരമാണ് ഈ സങ്കല്പം. അതാണ് നമ്മുടെ ഒന്ന് എന്ന് പറയുന്ന. ഒന്നിൽ നിന്ന് തുടങ്ങി പലതായി ഒന്നിലേക്ക് പോകുന്നു. എത്ര രസമാണ്. കടലിലെ വെള്ളത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അത് മഴയായി, മഞ്ഞായി, നീരാവിയായി അന്തരീക്ഷത്തിൽ വന്ന് താഴേക്ക് വന്ന് വീണ്ടും മഴയായി മഞ്ഞായി ഭൂമിയിലെത്തി പല പല പേരുകളിലൂടെ സഞ്ചരിച്ച് പല പല വഴികളിലൂടെ സഞ്ചരിച്ച് പലതായി പിരിഞ്ഞ് പല തോടുകളിലൂടെ പോയി, വലിപ്പത്തുള്ള സ്ഥലത്തൂടെ പോയി, വലിപ്പം കുറഞ്ഞ സ്ഥലത്തൂടെ പോയി, ചെറുകിട സ്ഥലത്തൂടെ പോയി, എല്ലായിടത്തൂടെയും പോയി വളരെ വലിയ തോതിൽ പോയതിനു ശേഷം അവസാനം ആ തുടങ്ങിയിടത്ത് ഒന്നായ തന്നെ ചേരാൻ ചെല്ലുന്നു. അങ്ങനെ ഒന്നാകുന്നു, പലതാകുന്നു, ഒന്നാകുന്നു, പലതാകുന്നു, ഒന്നാകുന്നു. ഇതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഒന്നിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. പലതെന്നുള്ളത് നമുക്ക് അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചില താൽക്കാലികമായിട്ടുള്ള രൂപമാണ്, ഭാവമാണ്. അത് നമ്മൾ തീർത്തതാണ്, മനുഷ്യർ തീർത്തതാണ്. അത് ആത്യന്തികമായി അതല്ല ഉന്മ, അതല്ല ആത്യന്തികമായി ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു മനുഷ്യ ജന്മങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറയുന്നത് ജ്ഞാനികൾക്ക് എന്തില്ല, പുനർജന്മം ഇല്ല എന്ന് പറയുന്നത് ഈ ജ്ഞാനം കിട്ടിയ ആളുകളാണ്, അല്ലാതെ സന്യാസിമാർ സ്വാമിമാരല്ല. ഈ ഒരു പ്രപഞ്ച സിദ്ധാന്തം
ആത്മാവിനെയും പരമാത്മാവിനെയും ജീവാത്മാവിനെയൊക്കെ കുടിച്ച് പറയുന്ന ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിന് ഒരു പ്രസക്തിയുമില്ല. മരണമില്ല എന്നല്ല, മരണത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. സൂര്യപ്രകാശം പ്രസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് സപ്തകിരണങ്ങളായി വേർപിരിയും, 7 നിറങ്ങളായി മാറും. വേറെ ഓരോ വർണ്ണവും വ്യത്യസ്ത നാമരൂപങ്ങൾ അറിയപ്പെടുക. അതുപോലെ തന്നെയാണ് പരമാത്മാ ചൈതന്യം പല രൂപത്തിൽ, പല പേരുകളിൽ, പല ഭാഷയിൽ, പല ദേശങ്ങളിൽ, പല രീതിയിൽ കാണുകയും അറിയപ്പെടുകയും അനുഭവവേദ്യം ചെയ്യും. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, സൂര്യനാണ് പ്രധാനം എന്ന് പറഞ്ഞതുപോലെ, കടലിലെ വെള്ളമാണ് പ്രധാനമെന്ന് പറഞ്ഞ പോലെ, വായു എവിടെ കൂടെയൊക്കെ കടന്നു പോകുമോ അതിൻ്റെയൊക്കെ സ്വഭാവം കാണിക്കും. പല സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ പല സ്വഭാവം വായു കാണിക്കും. പക്ഷേ ആത്യന്തികമായി വായു എന്ന് പറയുന്നതിൻ്റെ സ്വത്വം ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മളെ ശരീരത്തിൽ കൂടി കടന്നു പോകുന്ന ജഡോപാധിയായിട്ടുള്ള ഈ ശരീരത്തിൽ കൂടി ഈ പറയുന്ന പ്രകാശവും ഊർജവും വായുവും വെള്ളവും എല്ലാം പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ശരീരത്തിലൂടെ വായു നമ്മൾ മൂക്കിലൂടെ കയറ്റി വായു ശരീരത്തിലൂടെ കടന്നു പോകുന്നു. ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു, ഓരോ നിമിഷവും പുറത്തു പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വസ്തുക്കളും, ജലമായാലും വായുവായാലും ആകാശമായാലും ഭൂമിയായാലും എല്ലാ വസ്തുക്കളുടെയും ഈ ഒരു സഞ്ചാരത്തിനിടയിൽ മനുഷ്യൻ ഇത് മനസ്സിലാക്കിയാൽ അവർക്ക് പിന്നെ പുനർജന്മം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് എളുപ്പമല്ല മനസ്സിലാക്കലും. അതിനനുസരിച്ച് ഒരു പ്രവൃത്തി ജീവിതം രൂപപ്പെടുത്തുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതും തിരിച്ചറിയണം എന്നാണ് പാർത്ഥനോട് കൃഷ്ണൻ വീണ്ടും പറഞ്ഞു വെക്കുന്നത്.